മെക്കയിലേക്ക് ഹജ്ജ് തീർത്ഥാടകരുടെ ഒഴുക്ക് തുടരുകയാണ്. 65,000-ലേറെ തീർത്ഥാടകർ ഇതുവരെ ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തി. പുണ്യസ്ഥലങ്ങളിൽ മികച്ച സേവനം ലഭിക്കുന്നതിലുള്ള സന്തോഷം തീർത്ഥാടകർ 24-ുമായിട്ട് പങ്കുവച്ചു. മെക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹജ്ജ് തീർത്ഥാടകർ മക്കയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 7 ലക്ഷത്തോളം വരുന്ന തീർത്ഥാടകർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇതിനകം സൗദിയിൽ എത്തിച്ചേർന്നു. ഇന്ത്യയിൽ നിന്ന് മാത്രം ഏതാണ്ട് 65,000-ത്തിലധികം തീർത്ഥാടകർ എത്തി എന്നാണ് ഇന്ത്യൻ ഹജ്ജ് മിഷൻ അറിയിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് മക്കയിലുള്ള അസീസിയയിലാണ്. ഈ ഏരിയയിലാണ് ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരിൽ ഭൂരിഭാഗവും താമസിക്കുന്നത്. ഏതാണ്ട് മലയാളി തീർത്ഥാടകർ ഇപ്പോൾ എന്നോടൊപ്പം ചേരുകയാണ്. എന്താണ് പറയുന്നു? ഹജ്ജിനെ പറ്റിയിട്ട് നല്ല ഇമേജാണ് കേരള ഗവൺമെൻറ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അതിൽ സംഘാടകർ SHI എന്ന് പറഞ്ഞിട്ടുള്ള ടോട്ടൽ സംഘാടകർ വളരെയധികം ഹജ്ജ് ടീമിന് വേണ്ടിയിട്ട് പിലിഗ്രിംസിന് വേണ്ടിയിട്ട് നല്ല കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലം ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഞങ്ങൾ എയറിൽ എപ്പോൾ വന്ന് ജിദ്ദയിലെ കാബത്തിൽ ഇറങ്ങിയോ അവിടെ വളണ്ടിയേഴ്സ് ഒരുപാടുണ്ട്. KMCC-മാരിയുള്ള വളണ്ടിയേഴ്സ് പല സാധനങ്ങൾ മുസല്ലയും പേപ്പറും സാധനങ്ങളൊക്കെ തന്നിട്ട് നമ്മളെ സ്വീകരിച്ചു. അതുപോലെ ഉച്ചഭക്ഷണം കൊണ്ടുവന്നിട്ട് റൂമുകളിൽ എത്തിച്ചേരുന്നു. അസർ അൽ അസ്വദിനെ മുത്താനും പിന്നെ സ്വർണ്ണപ്പാത്തിൽ അവിടെ പ്രാർത്ഥിക്കാനും സൗകര്യം കിട്ടി. ഉംറ ചെയ്യാൻ വളരെ ഉപകാരപ്പെട്ട രീതിയാണ് ഇവിടെ. ഞങ്ങളുടെ ഐഡന്റിഫിക്കേഷൻ കാർഡുകൾ വരെ വളരെയധികം നല്ല കാർഡുകൾ ഇന്ത്യ തന്നിട്ടുണ്ട്. ഇന്ത്യയുടെ കാർഡ് എവിടെ മിസ്സായി കഴിഞ്ഞാലും പിടിക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് സൗദി അറേബ്യ നുസ്ക് കാർഡ് തന്നിട്ടുണ്ട്. നുസ്ക് കാർഡില്ലാതെ യാത്ര ചെയ്യാനേ പാടില്ല. പിടിച്ചു കഴിഞ്ഞാൽ നേരെ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്യും. അപ്പോൾ നുസ്ക് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് എവിടെ വേണമെങ്കിൽ പോവാം. ഇത് കഴുത്തിലിടണം, മറക്കരുത്, കളയരുത്. കളഞ്ഞാൽ തന്നെ ഫോൺ നമ്പർ അതിന് പിന്നിൽ നോട്ട് ചെയ്തിട്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ വിളിച്ച് പറയും. നിലവിൽ ഞങ്ങളിവിടെ ഫസ്റ്റ് ഫ്ലൈറ്റിന് 10-ാം തീയതി എത്തിയതാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടുത്തെ സൗകര്യങ്ങൾ, അതായത് കേരള ഹജ്ജ് കമ്മിറ്റിയും അതേപോലെ പിന്നെ സൗദി അറേബ്യയിലെ ഗവൺമെൻറ്റും നല്ല ഉപകാരമാണ് ചെയ്യുന്നത്. അതേപോലെ ഞങ്ങളുടെ നാട്ടിൽ ജിദ്ദ ഇറങ്ങിയ സമയത്ത് KMCC പോലെ പ്രവർത്തകർ, അതേപോലെ ICF അങ്ങനത്തെ പ്രവർത്തകരൊക്കെ ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണങ്ങൾ, ഒന്നാമത്തെ ഞങ്ങൾ ഹറമിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കണ്ട. നേരെ അവിടെ വന്നേക്കുമ്പോൾ റൂമിൻ്റെ മുന്നിൽ രാവിലെ ഉപ്പുമാവ്, അതേമാതിരി ഉച്ചയ്ക്ക് KMCC-ൻ്റെ ചോറ്, അതേമാതിരി വൈകുന്നേരം കഞ്ഞി, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഭാഗത്തിലേക്ക് ഞങ്ങൾ ഹറമിലേക്ക് പോകാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ തീർത്ഥാടകരെല്ലാം വളരെ സന്തോഷത്തിലാണ്. ഈ സൗകര്യങ്ങളിലൊക്കെ വളരെ തൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ട്, സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. ഹജ്ജിന് മുമ്പ് മദീന സന്ദർശിക്കാത്ത തീർത്ഥാടകർ ഹജ്ജിന് ശേഷമായിരിക്കും മദീന സന്ദർശിക്കുക. 8 ദിവസത്തെ മദീന സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഇവർ നാട്ടിലേക്ക് മടങ്ങുക. മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24.